ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് കുവൈത്ത് കിരീടാവകാശി ഖത്തർ അമീർ, ഒമാൻ സുൽത്താൻ എന്നിവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടെലിഫോൺ സംഭാഷണം നടത്തി. ഇന്ത്യൻ സമൂഹത്തിന് നൽകുന്ന പിന്തുണയെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഗൾഫ് മേഖലയിലെ ഇന്ത്യൻ പൌരന്മാരുടെ സുരക്ഷയ്ക്ക് പ്രഥമ പരിഗണനയെന്ന് കേന്ദ്ര സർക്കാർ. നയതന്ത്രത്തിനും സംഭാഷണത്തിനും ആഹ്വാനം. പശ്ചിമേഷ്യയിലെ സംഘർഷം 5ാം ദിവസത്തിലേക്ക് കടന്നു. ഇറാന്റെ നഥാൻസ് ആണവ കേന്ദ്രത്തിൽ നാശനഷ്ടങ്ങൾ സ്ഥിരീകരിച്ച് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി. ഇറാൻ ഇസ്രയേൽ സംഘർഷ പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര വിപണിയിൽ പ്രകൃതിവാതക വില ഉയർന്നു. നിലവിലെ സാഹചര്യം നേരിടാൻ ആവശ്യമായ ഊർജ്ജശേഖരം ഇന്ത്യയ്ക്കുണ്ടെന്ന് പെട്രോളിയം മന്ത്രാലയം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ നാളെ കേരളത്തിലെത്തും. ഐസിസി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പ് സെമി ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ സെമിയിൽ ദക്ഷിണാഫ്രിക്ക ന്യൂസിലൻഡിനെ നേരിടും. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് കുവൈത്ത് കിരീടാവകാശിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടെലിഫോൺ സംഭാഷണം നടത്തി. പ്രാദേശിക സമാധാനവും സ്ഥിരതയും പുനഃസ്ഥാപിക്കുന്നതിൽ സംഭാഷണത്തിന്റെയും നയതന്ത്രത്തിന്റെയും പ്രാധാന്യം അദ്ദേഹം എടുത്തു പറഞ്ഞു. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി, ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖ് എന്നിവരുമായും ശ്രീ മോദി സംസാരിച്ചു. ഇന്ത്യൻ സമൂഹത്തിന് രാജ്യങ്ങൾ നൽകുന്ന പിന്തുണയെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിൽ നയതന്ത്രത്തിനും സംഭാഷണത്തിനുമുള്ള ആഹ്വാനം ആവർത്തിച്ച് ഇന്ത്യ. ഗൾഫ് മേഖലയിലെ ഏകദേശം 1 കോടി ഇന്ത്യൻ പൌരന്മാരെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു നീക്കത്തെയും ഇന്ത്യ അനുകൂലിക്കില്ലെന്നും പൌരന്മാരുടെ സുരക്ഷയ്ക്ക് പ്രഥമ പരിഗണന നൽകുന്നതായും വിദേശകാര്യ വക്താവ് ശ്രീ രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. നിലവിലെ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും ദേശീയ താൽപര്യം കണക്കിലെടുത്ത് ഉചിതമായ തീരുമാനമെടുക്കുമെന്നും വിദേശകാര്യ വക്താവ് അറിയിച്ചു. ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രയേൽ US സംയുക്ത സൈനിക നടപടി തുടരവെ പശ്ചിമേഷ്യയിലെ സംഘർഷം 5ാം ദിവസത്തിലേക്ക് കടന്നു. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി ആരംഭിച്ചതിനു ശേഷം തങ്ങളുടെ വ്യോമസേന 300ഓളം ഇറാനിയൻ മിസൈൽ ലോഞ്ചറുകളെ നിർവീര്യമാക്കിയതായി ഇസ്രയേൽ പറഞ്ഞു. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ശൃംഖലയ്ക്കും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കുമെതിരെ ഇസ്രയേൽ തുടർച്ചയായി ആക്രമണം നടത്തുകയാണ്. ഹിസ്ബുള്ളുമായി ബന്ധപ്പെട്ട 60 കേന്ദ്രങ്ങൾ ആക്രമിച്ച ഇസ്രയേൽ ലബനനിലും വ്യോമാക്രമണം ശക്തമാക്കി. പശ്ചിമേഷ്യയിൽ നിന്ന് 9,000-ത്തിലധികം അമേരിക്കക്കാർ സുരക്ഷിതരായി യുഎസിലേക്ക് മടങ്ങിയതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അതേസമയം പശ്ചിമേഷ്യയിലെ നിരവധി രാജ്യങ്ങളിൽ ഇറാൻ പ്രത്യാക്രമണം തുടരുകയാണ്. തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഇന്നലെ 11 ബാലിസ്റ്റിക് മിസൈലുകളും 123 ഡ്രോണുകളും തടഞ്ഞതായി UAE പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇറാന്റെ നഥാൻസ് ആണവ കേന്ദ്രത്തിൽ ആക്രമണത്തെ തുടർന്ന് നാശനഷ്ടങ്ങൾ ഉണ്ടായതായി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി സ്ഥിരീകരിച്ചു. ആണവ വികിരണത്തിന്റെ ലക്ഷണങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് UN ആണവ നിരീക്ഷക സംഘം അറിയിച്ചു. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായതോടെ അന്താരാഷ്ട്ര വിപണിയിൽ പ്രകൃതിവാതക വില കുതിച്ചുയർന്നു. ആഗോള ഓഹരി വിപണി വൻ ഇടിവാണ് നേരിട്ടത്. വിശദാംശങ്ങളിലേക്ക്. യുകെയിൽ പ്രകൃതിവാതക വില ഇന്നലെ 3 വർഷത്തിനിടയിൽ ഏറ്റവും ഉയർന്ന നിലയിലേക്കെത്തി. അതേസമയം ബ്രന്റ് ക്രൂഡ് ഓയിൽ 2024 ജൂലൈക്ക് ശേഷം ആദ്യമായി ബാരലിന് $85 മുകളിൽ ഉയർന്നു. US യൂറോപ്യൻ ഓഹരി വിപണികളും ഇടിഞ്ഞു. റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയ കാലത്തെ സമാനമായ പ്രത്യാഘാതങ്ങൾ വീണ്ടും ഉണ്ടാകുമെന്ന് ആശങ്കയുണ്ട്. ജർമ്മനി, ഫ്രാൻസ്, ജപ്പാൻ, ചൈന എന്നിവിടങ്ങളിലെ ഓഹരി സൂചികകളും ഇടിഞ്ഞു. അതേസമയം ഇന്ത്യയിൽ ഇന്ധന ലഭ്യത ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചതായും നിലവിലെ സാഹചര്യം നേരിടാൻ ആവശ്യമായ ഊർജ്ജശേഖരം രാജ്യത്തിനുണ്ടെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഗൾഫ് മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ പൌരന്മാരെ തിരികെ എത്തിക്കാൻ പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ആവശ്യമുള്ളിടത്ത് വിമാന കമ്പനികൾ അധിക ശേഷി ഉപയോഗപ്പെടുത്തുമെന്നും കേന്ദ്ര വ്യോമയാന മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ഇൻഡിഗോയുടെ 30ഉം എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും 23ഉം ഉൾപ്പെടെ ഇന്ന് 58 വിമാനങ്ങൾ സർവീസ് നടത്തുമെന്നും മന്ത്രാലയം അറിയിച്ചു. ഈ കാലയളവിൽ ടിക്കറ്റ് നിരക്കുകളിൽ അനാവശ്യമായ വർധന ഉണ്ടാകാതിരിക്കാൻ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. സുരക്ഷാ ഭീഷണി കണക്കിലെടുത്ത് തെഹ്റാനിലുണ്ടായിരുന്ന ഭൂരിഭാഗം ഇന്ത്യൻ വിദ്യാർത്ഥികളെയും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയതായി ഇറാനിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. ഇവർക്ക് ഭക്ഷണം, താമസം തുടങ്ങിയവയ്ക്കുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയതായും എംബസി വ്യക്തമാക്കി. ഇറാനിൽ തുടരുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളോടും പൌരന്മാരോടും വീടുകൾക്കുള്ളിൽ തന്നെ കഴിയാനും പ്രതിഷേധങ്ങൾ നടക്കുന്ന മേഖലകളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്.
ഗൾഫ് മേഖലയിൽ നാളെയും മറ്റന്നാളും നടത്താനിരുന്ന 10-12 ക്ലാസുകളിലെ CBSE പരീക്ഷകൾ മാറ്റിവച്ചു. ബഹ്റൈൻ, ഇറാൻ, കുവൈത്ത്, ഒമാൻ, ഖത്തർ, സൌദി അറേബ്യ, UAE എന്നീ രാജ്യങ്ങളിലെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്താണ് തീരുമാനം. പുതുക്കിയ പരീക്ഷാ തീയതികൾ പിന്നീട് അറിയിക്കും. US ഇസ്രയേൽ സൈനിക നടപടി അവസാനിച്ചു കഴിഞ്ഞാൽ ഇറാനിയൻ ഭരണകൂടത്തിനുള്ളിൽ നിന്നുള്ള ഒരാൾ അധികാരം ഏറ്റെടുക്കുന്നതിനെയാണ് പിന്തുണയ്ക്കുകയെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പുറത്താക്കപ്പെട്ട മുൻ ഭരണാധികാരി ഷായുടെ നാടുകടത്തപ്പെട്ട മകൻ റസ പഹ്ലവിയെ സ്ഥാനം ഏൽപ്പിക്കാൻ ആലോചിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാനെതിരായ ആക്രമണങ്ങൾക്ക് പിന്തുണ നൽകാത്തതിനാൽ സ്പെയിനുമായുള്ള വ്യാപാരം അവസാനിപ്പിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നാറ്റോ ചെലവ് വർദ്ധിപ്പിക്കുന്നതിനെ സ്പെയിൻ ചെറുക്കുന്നതായും ട്രംപ് കുറ്റപ്പെടുത്തി. ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാർട്ടറിൽ ഉൾപ്പെടാത്ത ഏതൊരാക്രമണത്തിലും സ്പെയിനിലെ താവളങ്ങൾ ഉപയോഗിക്കാൻ അമേരിക്കയെ അനുവദിക്കില്ലെന്ന് സ്പാനിഷ് വിദേശമന്ത്രി ഹോസെ മാനുവൽ അൽബാരസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്ക് എത്രയും വേഗം പരിഹാരം കാണണമെന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായകെ. നീണ്ടുനിൽക്കുന്ന സംഘർഷങ്ങൾ ശ്രീലങ്ക ഉൾപ്പെടെയുള്ള ആഗോള പ്രാദേശിക സമ്പദ്വ്യവസ്ഥകളെ ദോഷകരമായി ബാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ധനശേഖരം പര്യാപ്തമാണെന്നും ഏകദേശം 33 ദിവസത്തേക്ക് ഡീസലും 27 ദിവസത്തേക്ക് പെട്രോളും ലഭ്യമാണെന്നും ശ്രീലങ്കൻ പ്രസിഡന്റ് അറിയിച്ചു. സമുദ്ര സുരക്ഷ വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് 5083 കോടി രൂപയുടെ കരാറുകളിൽ ഒപ്പുവച്ച് പ്രതിരോധ മന്ത്രാലയം. തീരസംരക്ഷണ സേനയ്ക്കായി 6 അത്യാധുനിക ലൈറ്റ് ഹെലികോപ്റ്ററുകളും ഇന്ത്യൻ നാവികസേനയ്ക്കായി ഉപരിതലത്തിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന സ്റ്റിൽ മിസൈലുകളും വാങ്ങാനുള്ളതാണ് കരാറുകൾ. ന്യൂഡൽഹിയിൽ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗിന്റെ സാന്നിധ്യത്തിലാണ് കരാറുകൾ ഒപ്പുവച്ചത്. ഹെലികോപ്റ്ററുകൾ വാങ്ങുന്നതിനായി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡുമായും മിസൈലുകൾക്കായി റഷ്യൻ ഫെഡറേഷന്റെ റോസോബോറോൺ എക്സ്പോർട്ടുമായാണ് കരാറുകളിൽ ഏർപ്പെട്ടത്. ഇന്ത്യയുടെ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട് വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളിൽ നിലവിലുള്ള ഭൌമ രാഷ്ട്രീയ സംഭവ വികാസങ്ങളുടെ ആഘാതം വിലയിരുത്തുന്നതിനായി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് അന്തർ മന്ത്രിതല സമിതി രൂപീകരിച്ചു. വിതരണ ശൃംഖലകളെ ബാധിക്കുന്ന ആഗോള സംഭവ വികാസങ്ങൾ നിരീക്ഷിക്കുന്ന സമിതി മേഖലാടിസ്ഥാനത്തിലുള്ള കയറ്റുമതി ഇറക്കുമതി ദുർബലതകൾ വിലയിരുത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ നാളെ കേരളത്തിലെത്തും. 3 ദിവസത്തെ സന്ദർശനത്തിനിടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ, ബൂത്ത് ലെവൽ ഓഫീസർമാർ എന്നിവരുമായി ചർച്ചകൾ നടത്തും. കന്നി വോട്ടർമാരുമായി അദ്ദേഹം സംവദിക്കും. ICC 2020 ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ആദ്യ സെമിയിൽ ഇന്ന് ദക്ഷിണാഫ്രിക്ക ന്യൂസിലൻഡിനെ നേരിടും. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്. വെടിക്കെട്ട് ബാറ്റിംഗിന്റെ പുതിയ രാജാക്കന്മാരെ നിശ്ചയിക്കാൻ ഇനി 3 മത്സരങ്ങൾ മാത്രം ബാക്കി. തീപാർന്ന 2 സെമി ഫൈനൽ പോരാട്ടങ്ങൾ, പിന്നെ കപ്പിൽ മുത്തമിടാനുള്ള കലാശപ്പോര്. കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ ഇന്നത്തെ ആദ്യ സെമിയിൽ സൌത്ത് ആഫ്രിക്ക ന്യൂസിലാൻഡിനെ നേരിടും. ടൂർണമെന്റിൽ അപരാജിത കുതിപ്പാണ് സൌത്ത് ആഫ്രിക്കയുടേത്. നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യയെ സൂപ്പർ 8ൽ വീഴ്ത്തി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് മുന്നേറ്റം. പാകിസ്ഥാനെ റൺ റേറ്റിന്റെ ബലത്തിൽ പിന്തള്ളിയാണ് ന്യൂസിലാൻഡിന്റെ വരവ്. അട്ടിമറി വീരന്മാരായ കിവീസ് 2 കൽപ്പിച്ചു പൊരുതുമെന്ന് ഉറപ്പ്. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നാളെ 2ാം സെമിയിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെ നേരിടും. കഴിഞ്ഞ 2 T20 എഡിഷനുകളിലും സെമിയിൽ ഇന്ത്യയും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടിയിരുന്നു. ഓൾ ഇംഗ്ലണ്ട് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന് ബർമിംഗ്ഹാമിൽ തുടക്കമായി. പുരുഷ സിംഗിൾസിൽ ലക്ഷ്യ സെൻ ലോക 1ാം നമ്പർ താരവും നിലവിലെ ചാമ്പ്യനുമായ ചൈനയുടെ ഷി യു ക്യുയെ പരാജയപ്പെടുത്തി. ഇന്നാണ് വർണ്ണങ്ങളുടെ ഉത്സവമായ ഹോളി. തിന്മയുടെ മേൽ നന്മയുടെ വിജയത്തെ സൂചിപ്പിക്കുന്ന ഈ ഉത്സവം വസന്തകാലത്തിന്റെ ആരംഭത്തെ അടയാളപ്പെടുത്തുന്നു. ജാതി മത ലിംഗഭേദമില്ലാതെ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും ഹോളി ആഘോഷിക്കുന്നു. പരസ്പരം നിറങ്ങൾ പൂശുകയും ആശംസകൾ കൈമാറുകയും മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്യുന്നു. രാജ്യത്തെ ജനങ്ങൾക്ക് രാഷ്ട്രപതി ദ്രൌപതി മുർമുവും ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും ഹോളി ആശംസ നേർന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് കുവൈത്ത് കിരീടാവകാശി ഖത്തർ അമീർ ഒമാൻ സുൽത്താൻ എന്നിവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടെലിഫോൺ സംഭാഷണം നടത്തി. ഇന്ത്യൻ സമൂഹത്തിന് നൽകുന്ന പിന്തുണയെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഗൾഫ് മേഖലയിലെ ഇന്ത്യൻ പൌരന്മാരുടെ സുരക്ഷയ്ക്ക് പ്രഥമ പരിഗണനയെന്ന് കേന്ദ്ര സർക്കാർ. നയതന്ത്രത്തിനും സംഭാഷണത്തിനും ആഹ്വാനം. പശ്ചിമേഷ്യയിലെ സംഘർഷം 5ാം ദിവസത്തിലേക്ക് കടന്നു. ഇറാന്റെ നതാൻസ് ആണവ കേന്ദ്രത്തിൽ നാശനഷ്ടങ്ങൾ സ്ഥിരീകരിച്ച് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി. ഇറാൻ ഇസ്രയേൽ സംഘർഷ പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര വിപണിയിൽ പ്രകൃതിവാതക വില ഉയർന്നു. നിലവിലെ സാഹചര്യം നേരിടാൻ ആവശ്യമായ ഊർജ്ജശേഖരം ഇന്ത്യയ്ക്കുണ്ടെന്ന് പെട്രോളിയം മന്ത്രാലയം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ നാളെ കേരളത്തിലെത്തും.
ICC T20 ക്രിക്കറ്റ് ലോകകപ്പ് സെമിഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ സെമിയിൽ ദക്ഷിണാഫ്രിക്ക ന്യൂസിലാന്റ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.